ഹലോ ഹായ് ഫ്രണ്ട്സ്. നാട്ടിലെ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലൂടെ നടക്കണം, കുളിക്കാൻ വരികയാണ്. എന്തായാലും ദേശീയ പണിമുടക്ക് ആഘോഷിക്കാനായിട്ട് ഞങ്ങളുടെ നാട്ടിൻ പുറത്തെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളിലേക്ക് ഞങ്ങൾ പോകാറുണ്ട്. ഇത് വലിയൊരു ടൂറിസ്റ്റ് പോയിട്ടൊന്നുമല്ല, എന്നിരുന്നാലും ഈ നാട്ടുകാർ എല്ലാവരും വരും. വെള്ളച്ചാട്ടത്തിൽ ഇവിടെയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. വെള്ളം നല്ല വെള്ളമാണെന്നാണ് പറയുന്നത്, മേടിക്കണം. ഒരിച്ചിരി വിളിച്ചു. ഞങ്ങളുടെ ടീം മെമ്പറായ ഷിഹാബ്, ഹബീബ്, ബഷീർ മാഷ്, സുബൈർ മാഷ് എല്ലാവരും ഉണ്ട്. ഇവിടെയാണ് നമുക്ക് കുളിക്കുക. ഏതാ ഗുഹയ്ക്ക് പോകണോ? ഗുഹയിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. പല പല സാഹസികതകളും നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. സ്ലിപ്പാവും, ഉറപ്പായിട്ട് സ്ലിപ്പാവും. ഓ ഷിറ്റ്, രക്ഷപ്പെട്ടു. നന്ന് വന്ന വഴിക്ക് എനിക്ക് തോന്നുന്നത് അതൊക്കെ ഉരുളുപൊട്ടി വന്നതാണ്. ജനവാസ മേഖലയിലേക്ക് ഉരുളുപൊട്ടുമ്പോഴാണ് അത് ബ്ലോഗർ മുമ്പിൽ. എന്താ സൗണ്ട്? ഇവിടെ അങ്ങോട്ട് വഴി കാണാനില്ല കേട്ടാ. എനിക്ക് തോന്നുന്നുണ്ടാ ഇത് മണ്ണിടിഞ്ഞ് വീണതാ. ഇത് മണ്ണിടിഞ്ഞ് വീണതാണ്. വീടൊക്കെ പണിതല്ലേ വാന്നാ. തിരിച്ചു ഗൈസ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് ഇല്ല. ഞങ്ങൾ ഗുഹയിലേക്കുള്ള യാത്ര ഇവിടെ വെച്ച് നിർത്തി തിരിച്ചു. മണ്ണിടിച്ചൽ കാരണം ഉണ്ടല്ലേ, മണ്ണിടിഞ്ഞത് കാരണം ഇവിടുത്തെ വഴി പൂർണ്ണമായി അടഞ്ഞിരിക്കുകയാണ്. പിന്നെയുള്ളത് ഈ ചെറിയ വഴി കൂടെ റബ്ബർ മരത്തിന്റെ ഒരുപാട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ പോകുന്നില്ല. യെസ്, കുടുംബസ്ഥന്മാരുടെ ഡയലോഗ്. തന്ത വൈബല്ല, നോർത്ത് പോയിന്റ് തന്ത വൈബല്ല. ബഷീർ മാഷ തന്ത വൈബാണോ? ഇനിയിപ്പോ വെറും തള്ളു ഡയലോഗ് മാത്രമേ ഉള്ളൂ. തന്ത വൈബ് എന്തൊക്കെയാ പറയണവരറിയോ? പറയണവർ തന്നെ ബാക്കിൽ നിന്ന് വിളിക്കുകയാണ് തിരിച്ച്. സത്യത്തില് ഇല്ല, ഉണ്ട്, സംഭവമൊക്കെ ഉണ്ട്. അതിൽ കൂടെ കയറി ഇത് കയറിപ്പോയ വഴിയാണ്. എന്താണത്? കൊമ്പ് ഇതാ പന്നി. ഇതാ പന്നിയുടെ തേറ്റ. മക്കളെ, ഞങ്ങൾ തിരിച്ചു. നിന്നില്ല, ഞങ്ങൾ റിസ്ക് എടുത്തു. പക്ഷേ റിസൾട്ട് ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോഴേ ഈ പറഞ്ഞ തണ്ട വൈബ് ആയാലും കുഴപ്പമില്ല. രണ്ടും കണ്ടു. തണ്ട വൈബാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, എന്തൊക്കെ പറഞ്ഞാലും വൈകുന്നേരം ആകുമ്പോഴേ വീടെത്തണം. വീട്ടിലേ കാത്തിരിക്കാൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. സൗണ്ട് കേൾക്കുമ്പോൾ സത്യത്തിൽ പേടിയോ. ആർത്തിരമ്പി വരികയാണ് അങ്ങ് മലമുകളിൽ നിന്ന്. ആ കാണുന്ന മലമുകളിൽ നിന്നാണ് വരുന്നത്. കുത്തനെയുള്ള ഇറക്കത്ത് അവിടെ എത്തിയ ആളുകൾ. അടുത്തത് ഞാനും ഇറങ്ങാൻ പോവാണ്. സത്യത്തിൽ ഓരോ കാഴ്ചയോടും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉരുതി കുത്തി പോകും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിതിന് മുമ്പ് വന്നപ്പോൾ ഇവിടെ ഉരുതി കുത്തി വീണു. എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചാൽ ഇടുപ്പ് കുത്തി വീഴുമ്പോൾ ചെറിയൊരു സുഖം. അത് ചെരുപ്പ് നല്ല ചെരുപ്പായിരിക്കണം കേട്ടോ. ചെരുപ്പിലാണ് ഇങ്ങനെയുള്ള വഴികളിലൂടെ നടക്കുമ്പോൾ നമ്മളെ കൂടുതലും സംരക്ഷിക്കുന്നത്. അവരൊക്കെ നിൽക്കുന്നത് വളരെ ഡേഞ്ചറാണ്. വഴുക്കി കഴിഞ്ഞാൽ തല അടിച്ച് വീഴുന്ന രീതിയിലുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മുടെ സ്വന്തം നാട്ടിൻ പുറത്തായതുകൊണ്ട് നമുക്കിതൊന്നും കാണുമ്പോൾ വലിയ പേടിയൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ വീണ് കഴിഞ്ഞാലും വലിയ അപകടങ്ങളൊന്നും വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം ഒഴുകി ആ കാണുന്നത് ഒരു ചെറിയ ഒരു സ്വിമ്മിംഗ് പൂളാണ്. ആ സ്വിമ്മിംഗ് പൂള് നമ്മുടെ ഇടുപ്പ്, നമ്മുടെ വയറിൻ്റെ അത്രയ്ക്ക് അറിയും. അത് കഴിഞ്ഞ് വെള്ളം കവിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇതിലൂടെ വീണാലും കുഴപ്പമില്ല, സുഖമുള്ള പരിപാടിയാണ്. ഞാനും ചെരുപ്പഴിക്കാമെന്ന് തോന്നുന്നു. ചെരുപ്പഴിച്ചു. ചെരുപ്പ് ഇതെങ്ങനെ പിടിക്കും. ഒരു മിനിറ്റ്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ. ഹലോ ഗൈസ്, ഞാനങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ വഴി കിടന്ന് വളരെ പേടിച്ചിട്ടാണ് വന്നത്. വഴുക്കി നന്നായി കാല് വഴുതി ആ മരക്കൊമ്പിലൂടെ പിടിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വന്നു. വലിയ ആഴമില്ല. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വെള്ളമൊന്നും അധികം ഉണ്ടാവില്ല. സുഖമുള്ള പരിപാടിയാണ്. വന്നു, ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നു, ഡ്രസ്സുകൾ മാറുന്നു. ഓക്കെ. ഇവിടെ ഇതിലൂടെ വരുന്ന ഈ വെള്ളം, ഇത് പാലക്കുഴി മലവെള്ളമാണേ. കാണുന്നില്ല. ശരി, ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ല. അങ്ങ് താഴെ ഒരാൾ നിൽക്കുന്നുണ്ട്. സുബൈർ മാഷ്, ഹായ്. ഫോട്ടോ എടുക്കണ വീഡിയോ.
ഇനിയിപ്പോൾ അടുത്ത വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ വികാരിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഉരുതി അങ്ങോട്ട് പോകും. പോയി നേരെ ആ കുളത്തേക്ക്. ഞാൻ പറഞ്ഞില്ല, ആ കുളത്തിലെ വെള്ളം ഏകദേശം നമ്മുടെ ബഷീർ മഷീദ് കൈ കാണിക്കുന്നു. സുബൈർ മേശും ബഷീർ മേശും. ഓ, ഇത്രയേ ഉള്ളൂ വെള്ളം. ഇത്രയേ വെള്ളം നിൽക്കുള്ളൂ അവിടെ. കാരണം അവിടെ നിന്ന് അങ്ങനെ വെള്ളം ആ കാണുന്ന ആ വഴിയിലൂടെ താഴേക്ക് ഒഴുകിപ്പോകും. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ വലിയ മുങ്ങി ഉണ്ടാകുന്ന അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. വീഴുമ്പോൾ ചിലപ്പോൾ തല ഇടിക്കാതെ നോക്കിയാൽ വേറെ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, അതാ വെച്ച് ആ വെള്ളത്തിൻ്റെ സൈഡിൽ വെള്ളമൊക്കെ നല്ല ഫോഴ്സാണ്, നന്നായിട്ട് ഒഴുകി വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് താഴേക്ക് ഉരുതി ഇറങ്ങാൻ നല്ല രസമായിരിക്കും. 2 ട്രൗസർ ഇട്ട് വരണം. ബഷീർ മാഷ് രണ്ടും കൽപ്പിച്ചാണ്. അധികം സാഹസികതകളൊന്നും ചെയ്യാത്ത ഒരാളാണ് ബഷീർ മാഷ്. അതുകൊണ്ട് തന്നെ ചെറിയ ആനന്ദകരമായിട്ടുള്ള കാഴ്ചകൾ. ഓ ബഷീർ മാഷ് കേൾക്കണില്ലേ? ബഷീർ മാഷ്, ബഷീർ മാഷ് തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല തോന്നുന്നു. ആ